30 സീറ്റിൽ രാജകീയ വിജയം. പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവും പരസ്പരം കട്ടയ്ക്ക് കാര്യം പറഞ്ഞു. മൈക്ക് പോലും എടുത്തുവെച്ച് സൗണ്ട് സിസ്റ്റംകാരും പോലും പോകാൻ തുടങ്ങി. എന്നിട്ടും പക്ഷേ ജനം തടിച്ചുകൂടി അവിടെ നിന്നു. അവിടേക്ക് സകല ബ്ലോക്കുകളും മറികടന്നുകൊണ്ട് പാതിരാത്രിയിലാണ് VD സതീശൻ എത്തിയത്. ഈ പാതിരാത്രി വരെ തന്നെ നോക്കിയിരുന്ന മനുഷ്യരോട് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അവിടെ ഒരു ഒന്നൊന്നര പ്രസംഗം സതീശൻ മൈക്ക് പോലുമില്ലാതെ തന്നെ കേൾക്കാൻ നിന്നവർക്ക് വേണ്ടി നടത്തി. അവിടെയാണ് കുഞ്ഞാലിക്കുട്ടിയെ ഞെട്ടിച്ച ആ കഥ അദ്ദേഹം പറഞ്ഞത്. അതൊന്ന് കേൾക്കാം. മുൻപായി ഇവിടെ എത്താമെന്ന് കരുതിയതാണ്, പക്ഷെ എത്താൻ കഴിഞ്ഞില്ല. പെരിന്തൽമണ്ണയിലെ പരിപാടിയിൽ ബ്ലോക്ക് ഉണ്ടായി, അതുകൊണ്ടാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഇവിടെ എത്തി സി നൌഷാദ് അലിയെ കാണാനും അദ്ദേഹത്തെ വിജയിപ്പിക്കണം, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനും എനിക്ക് കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രിയങ്കരനായ അനുജനാണ് സി നൌഷാദ് അലി. നിങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മികച്ച ഒരു MLA ആയിരിക്കും കിട്ടുന്നതെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. എന്റെ വാക്കാണ്. അദ്ദേഹം അഗാധമായ കാര്യങ്ങളിൽ അഗാധമായി പഠിക്കുകയും വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ UDF പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അതിമനോഹരമായ ലേഖനങ്ങൾ എഴുതുകയും നമ്മുടെ TV ചാനലുകളിൽ പോയി എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമുക്കൊരു മികച്ച പാർലമെന്റേറിയനായിരിക്കും പൊന്നാനിക്ക് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല ഈ പ്രാവശ്യം ടീം UDF 100-ലധികം സീറ്റുമായി. അപ്പൊ പൊന്നാനി അടക്കം മലപ്പുറം ജില്ലയിലെ 16 സീറ്റും UDF കൂട്ടുക. എന്റെ ജില്ലയാണ് എറണാകുളം. എന്റെ ജില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ 14 സീറ്റ് UDF. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, അന്നാ നമുക്ക് നോക്കാം. ഞങ്ങളുടെ ജില്ലയാണ് മലപ്പുറം ജില്ല. ഞങ്ങൾ 16 തൂക്കുന്നതാണ്. അപ്പോ എന്റെ ജില്ലയിൽ നിന്നും പ്രതിപക്ഷ ഉപനേതാവിന്റെ ജില്ലയിൽ നിന്നുമായി 16 14 30 സീറ്റുകൾ UDF ഉണ്ടാകും. അതിൽ ഇത് ആരുടെയും കോട്ടയല്ല, നമ്മുടെ പഴയ കോട്ടയാണ്. നമ്മളിത് പിടിച്ചെടുക്കും. പിന്നെ അദ്ദേഹം വളരെ ഭംഗിയായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ സാധാരണക്കാരുമായി ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ്. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. ഏത് വിഷയവും എവിടെയും ആരുടെയും മുമ്പിലും അവതരിപ്പിക്കാൻ ചങ്കൂറ്റമുള്ള ഒരാളാണ്. നിങ്ങൾക്കൊരു മികച്ച MLA ശ്രീ നൌഷാദ് അലി അദ്ദേഹം ഉണ്ടാവും. ഞാൻ ഈ കടം വീട്ടുന്നത്, ഇപ്പൊ എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്തതിന്റെ കടം വീട്ടാൻ പോണത് നിങ്ങൾ നൌഷാദ് അലി. ഞാൻ വാക്ക് തരികയാണ്. നൌഷാദ് അലി വിജയിക്കുമ്പോൾ അതിന്റെ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരും. വാക്ക് ഇനി വിശ്രമമില്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. ബൂത്തിലേക്ക് പൊന്നാനിയെ കുറിച്ചുള്ള 2030 പൊന്നാനി എന്തായിരിക്കണം എന്നുള്ള വിഷൻ ഡോക്യുമെന്റാണ്. അത് ഞാൻ പ്രിയങ്കരനായ നമ്മുടെ അഷ്റഫ് കോക്കൂരിനെ, UDF കൺവീനറിനെ, നമ്മുടെ സ്ഥാനാർത്ഥിയുടെയും മറ്റ് നേതാക്കളുടെയും ഹരിദാസ് ഉൾപ്പെടെയുള്ള തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു.